സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് UDFന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വലിയ രീതിയിൽ വന്നിരുന്ന് മെഴുകുന്ന ഹാഷ്മിയെ പറ്റി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. സ്മൃതീഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മൃതി എന്ന് പറയുന്ന ആ ഒരു അവതാരിക UDFന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയാണ്. ഹാഷ്മി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ പണിയെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ UDF ഈ വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി വോട്ടെണ്ണലിന്റെ കാര്യങ്ങളൊക്കെയാണ്. മെയ് 4 നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ എഴുതിയ വിധി, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയ ആ ഒരു വിധിയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കിനി അറിയാൻ പറ്റുന്നത് 4-ാം തീയതിയാണ്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന സ്മൃതീഷൻ ഈ അരുൺകുമാർ കൊടുക്കുന്ന മറുപടികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്മൃതീഷൻ നമുക്കറിയാം, സ്മൃതീഷൻ വലിയ രീതിയിൽ മെഴുകുന്നത് UDF ജയിക്കും, ഈ നാട്ടിൽ LDF കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി വന്നിരുന്ന് മെഴുകുന്നത്. അതായത് UDF ആണ് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യുന്നത്. LDF ഈ നാട്ടിൽ വലിയ വൃത്തികേടുകളാണ് ചെയ്യുന്നത്, എല്ലാം ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്മൃതി വന്നിരുന്ന് മെഴുകാറുള്ളത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ മെഴുകലുകളുടെ ഒരു കൂടി വന്നപ്പോഴാണ് അരുൺകുമാർ അതിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ അതിലൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനപ്പുറത്തേക്ക് UDFനെ പറ്റി വലിയ രീതിയിൽ മെഴുകിക്കൊണ്ട് LDF എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ നാട്ടിൽ വലുതായിട്ടൊന്നും ചെയ്യുന്നതെല്ലാം വൃത്തികേടാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചതിന് ശേഷം ആ വെല്ലുവിളിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടെ റോഡ് വന്നില്ലേ, വികസനം വന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന വാദം കൊണ്ട് അത് ചെയ്ത കാര്യങ്ങളല്ലേ പറയുന്നത് അല്ലേ. പോലും ചില പ്രശ്നങ്ങളുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരാണ് വേറെ നിങ്ങൾക്ക് കാര്യങ്ങൾ തരാൻ എന്ന് പറയുമ്പോൾ അതിലൊരു ധാർഷ്ട്യത്തിന്റെ ഭാവമുണ്ട്. അതൊരു എന്റെ പൊന്നു സ്മൃതീഷ, ആ ധാർഷ്ട്യം കാണിക്കുന്നത് ഞങ്ങൾ അതെല്ലാം ചെയ്തു തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരാവശ്യപ്പെട്ടത് എന്തൊക്കെയാണോ അവരുടെ സ്വൈര്യ ജീവിതം അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എവിടെയും എന്തും ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ ഇടതുപക്ഷ സർക്കാർ ഒരുക്കി കൊടുത്തതാണ്. അതൊക്കെ BJP അല്ല, UDF അല്ല, ഏതോ വന്നാലും അതൊക്കെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അവർക്ക് മുകളിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. UDFന്റെ സ്വഭാവം നമുക്കറിയാം. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിണക്കം. ഒരാൾക്ക് മൈക്ക് കിട്ടിയില്ലെങ്കിൽ അയാളുടെ മൈക്ക് അത് വേണമെന്ന് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് തള്ളി നീക്കി കൊടുക്കുന്ന VD സതീശനെ, G സുധാകരനെയൊക്കെ നമ്മൾ കണ്ടാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ അടിയാണെന്നേ. പിന്നെ എങ്ങനെയാണ് ഇവർ ജനങ്ങളെ സേവിക്കുക? നല്ലൊരു ജനസേവകരായിട്ട് ഇവർക്ക് എങ്ങനെയാണ് തുടരാൻ സാധിക്കുക? ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരാണിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ ഇനി വരാൻ പോകും, നമുക്കറിയില്ല വരുമോ ഇല്ലെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അടിയായിരിക്കും അല്ലേ. ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം പാർട്ടിക്കുള്ളിൽ കിടന്ന് ഇവർ തമ്മിൽ അടിയായിരിക്കും. ടീച്ചർ ഇവൻ എന്നെ നുള്ളി, ടീച്ചർ ഇവൻ എന്നെ കടിച്ചു, ഇവൻ്റെ ദേഹത്ത് പേന കൊണ്ട് വരച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കുള്ളിൽ അടിയായിരിക്കും. ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു കഴിവും ഇല്ലാത്ത കുറച്ചധികം ആളുകളാണ് ആ പാർട്ടിയിൽ ഇന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ UDF എല്ലാം ചെയ്യുന്നുണ്ട്, LDF എല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നാണ് സ്മൃതീഷൻ പറയുന്നത്. ഈ നാട്ടിൽ എല്ലാം ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് സ്മൃതി മോളെ ഈ പിണറായി വിജയൻ സഖാവിന്റെ കൂടെയുള്ള നേതാക്കന്മാരുമൊക്കെ LDF അല്ലാതെ മറ്റാരുണ്ട് ഇതൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനായിട്ട് ഒരു മടിയും ഇല്ല. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഹസനം കാണിക്കാനേ മടിയുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് ഈ ഇടതുപക്ഷം, അല്ലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ടീം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ അങ്ങ് വെറുതെ കൊച്ചാക്കി കളയരുതേ. ഞാൻ ഒരു പാർട്ടിയുടെ അടിമയൊന്നുമല്ല. ചെയ്യുന്ന കാര്യങ്ങൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം അല്ലേ. അല്ലാതെ എല്ലാം കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കിക്കൊണ്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ഇന്നലെ ഞാൻ പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിതൊന്നും കേട്ടിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യമൊന്നും അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി പറയുന്നത്. ബാക്കിയായിട്ട് നോക്കാം. ശരിയായ മുദ്രാവാക്യമാണോ എന്നുള്ളതും ഞാൻ സംശയിക്കുകയാണ്. ഞങ്ങൾ എന്നതിൽ പകരം ഞങ്ങൾ എന്നല്ല ഉദ്ദേശിച്ച് ഞാൻ എന്ന് തന്നെയാണ് ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ടുപിടിക്കുന്ന ഒരൊറ്റ ചിത്രമാണ്, ഒരൊറ്റ മുഖമാണ്. CPM-ന് പതിരില്ലാത്തതാണ്. അങ്ങനെ CPM ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും അത് വെട്ടിക്കളയുന്ന രൂപത്തിലും VS-ന് വന്നിരുന്ന പിന്തുണയെ ഏത് രൂപത്തിൽ അതിനെ എതിർത്തു, VS എന്നൊരൊറ്റ നേതാവിലേക്കല്ല ചുരുങ്ങേണ്ടതെന്ന രൂപത്തിൽ അതെങ്ങനെയാണ് അത് ഇല്ലാതാക്കിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പിണറായി വിജയനിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നു. CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, പൊളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്ന രൂപത്തിലൊക്കെ പറയുമ്പോഴും ഇതൊരു പ്രധാന ഘടകമായിരിക്കും എന്നുള്ള പരാജയം സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം അതാണ്. മാത്രമല്ല ഇതിവിടെ വരാൻ പോകുന്നത് ഒരു തരംഗമായിരിക്കും. 90-ലധികം സീറ്റിലെ ഒരു വിജയമായിരിക്കും ഈ പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഇനി സ്മൃതി വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ സ്മൃതി വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളികൾക്ക് മറുപടിയുമായിട്ട് മറുപക്ഷത്തിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാറാണ്. ഡോക്ടർ അരുൺകുമാറിന്റെ പല കാര്യങ്ങളും നമുക്ക് എതിർപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അരുൺകുമാർ സ്വീകരിച്ച നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അരുൺകുമാർ എടുത്തിരിക്കുന്ന ആ ഒരു അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ആ തിരിച്ചു കൊടുക്കുന്ന മറുപടികൾ, അത് നമ്മളെല്ലാവരും പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള മറുപടി തന്നെയാണ്. അപ്പൊ സ്മൃതീഷന്റെ അന്നനാളം നിറയ്ക്കുന്ന രീതിയിൽ അരുൺകുമാർ കൊടുക്കുന്ന മറുപടി കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ളത് തെളിയും നോക്കിക്കോ. എനിക്കൊരു കാര്യമുള്ളൂ, വയനാട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ദുരന്ത ബാധിതരെ ഇതേപോലെ ഒരു ടൗൺഷിപ്പിൽ ഈ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കയറ്റുമായിരുന്നോ? എനിക്ക് ഉറപ്പുണ്ടോന്ന് വെച്ചാൽ ജനം പെട്ടു സ്മൃതീഷൻ പെട്ടു സുഹൃത്തുക്കളെ. സ്മൃതിയെ വലിച്ചു കീറിയിരിക്കുകയാണ്. വയനാട് ഇപ്പൊ UDF ആയിരുന്നു ഈ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ഇന്ന് ഈ കാണുന്ന ടൗൺഷിപ്പ് പദ്ധതി പോലെ ആ ദുരിതബാധിതർക്ക് കയറി കിടക്കാനായിട്ട് ഒരു വീട് ഇന്ന് സാധ്യമാകുമായിരുന്നു. ആ പറഞ്ഞ അന്നു മുതൽ, ആ ദുരന്തമുണ്ടായ അന്നു മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിൽ എത്ര വീടുകൾ UDF ആയിരുന്നെങ്കിൽ പണിത് നൽകിയനെന്നാണ് ഈ പറയുന്ന അരുൺകുമാർ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ സ്മൃതീഷിന് പറയാൻ വാക്കുകളില്ല. സ്മൃതി ശരിക്കും പെട്ടുപോയിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റാതെ അവിടെ ആ ഒരു അരുൺകുമാറിന്റെ ചോദ്യത്തിന് മുന്നിൽ അടിപതറിപ്പോയ ഒരു സ്മൃതിയാണ് നമ്മൾ കാണുന്നത്, അല്ല ഒരു ജേർണലിസ്റ്റിനെയാണ് നമ്മൾ കാണുന്നത്. ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അടിമയല്ലാതെ നിന്ന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ചെയ്യേണ്ട പരിപാടിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നല്ലത് കണ്ടാൽ നല്ലതിനൊപ്പം നിൽക്കണം, ചീത്ത കണ്ടാൽ ചീത്തയ്ക്കൊപ്പം അതിനെ എതിർത്തുകൊണ്ട് തന്നെ നിൽക്കണം. എന്നാൽ ഇവിടെ നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ജേർണലിസം, ഈ പരിപാടി അതൊരു മഞ്ഞപത്രത്തിന്റെ പരിപാടിയാണെന്നേ പറയാനുള്ളൂ. അരുൺകുമാർ ബാക്കി പുകയ്ക്കുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. തുടങ്ങി നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ ഉടനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. അവിടെയൊക്കെ കോൺഗ്രസ് പലരും BJPയിലേക്ക് പോയ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ച കാര്യങ്ങൾ വീടുകൾ ഒന്ന് നോക്കൂ. ഓഖി വീടുകളും ഈ വയനാട് പുനരധിവാസത്തിന് വീടുകളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും നമ്മുടെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു കൊടുത്ത ഓഖിയുടെ വീടുകൾ, സുനാമി ബാധിതരായിട്ടുള്ളവരുടെ വീടുകൾ എങ്ങനെ ഇരിക്കുന്നത് അറിയുമല്ലോ അവസ്ഥ. വളരെ മോശമാണ്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും. അതാണോ ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുത്ത വീട്? ടൗൺഷിപ്പിലേക്ക് കയറി താമസിക്കട്ടെ, അതുവരെ നോക്കൂ. അത് ആ വീട് അവിടെ നോക്കൂ. ഇങ്ങനെ പേര് പറയാതിരിക്കും. അത് കയറി താമസിക്കുമ്പോഴേ അത് പൂർണ്ണമായും വീട് കൊടുത്തു എന്ന് അർത്ഥമാകുന്നുള്ളൂ. താമസിക്കട്ടെ, വെള്ളവും വെളിച്ചവും ആയിട്ടില്ല. എന്താണ് താമസം? 8 വർഷത്തിൽ ഇത്രയും സമയമെടുത്ത എങ്ങനെയാണ്? UDF എന്താ കൊടുത്തിരിക്കുന്നത്? ചേച്ചി സ്മൃതി ചേച്ചി ഇതുകൂടെ ഒന്ന് പറഞ്ഞേ. UDF തറക്കല്ലിട്ട് വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പൊ LDF ചെയ്തു വെച്ചൊരു അവർക്ക് ഒരു മഴ പെയ്യുമ്പോൾ നനയാതെ കയറി കിടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. കറണ്ട് ഇല്ല, വെളിച്ചമില്ല, ഒന്നും വേണ്ട. ഓക്കെ, വെള്ളമില്ല, കുടിക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ഒന്നും വേണ്ട. അവർക്ക് മഴ നനയാതെ കയറി ഇരിക്കാൻ, സുരക്ഷിതരായിട്ട് കയറി ഇരിക്കാൻ ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിട്ടില്ലേ? അത് തന്നെ വലിയ കാര്യമല്ല. നിങ്ങൾ കല്ലിട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ വലിയൊരു ഗ്രൗണ്ട്, ഒരു വലിയൊരു എന്താ പറയുക, ഒരു സ്റ്റേഡിയം പോലെ കിടപ്പുണ്ടല്ലോ. അടുത്ത മെസ്സിയൊക്കെ ഇറക്കുന്ന സമയത്ത് അവിടെ വേണമെങ്കിൽ കൊണ്ടിട്ട് കളിപ്പിക്കാം. അതുപോലെ കിടപ്പുണ്ട് അവിടെ. ഒരു കല്ല് പോലും ഒന്ന് ഇച്ചിരി മണ്ണ് വന്നു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാതിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടാണ് ഈ മെഴുകുന്നതെങ്കിൽ പിന്നെയും പറയാം സ്മൃതി, നിങ്ങൾ പറയുന്ന UDF നല്ലതാണെന്നുള്ളത്. ഒരു കല്ലിട്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം തനിയെ ഉണ്ടായിക്കോളൂ എന്ന് വിചാരിച്ച്, കല്ലെന്താ വിത്താണോ? വീടുണ്ടാകുന്ന വിത്താണോ? അതിനെപ്പറ്റി ഒന്നും പറയല്ല. അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വയനാട് പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ഇന്തോനേഷ്യയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുന്നത്? ഇവിടെയുള്ള കാര്യങ്ങൾ പറയാം, നോർത്തിലെ കാര്യങ്ങൾ പറയാതെ സൗത്തിലെ കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. എന്തൊരു അവസ്ഥയാണ് സ്മൃതി ഇതൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ള പൂശുന്നത്? കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ബാക്കി കണ്ടുപോകാം. പൈസ കെട്ടിവെക്കുന്നത് ഇത്രയും വേഗം നിർമ്മാണം നടന്ന ഒരു പുനരധിവാസ ടൗൺഷിപ്പിന്റെ പേര് സ്മൃതിക്ക് പറയാം. കേസുള്ള ഭൂമി തന്നെ എടുക്കണം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, തീരുമാനിച്ചല്ലേ? ഭൂമി വേണ്ടേ? ഇത്രയും വലിയ ഭൂമി നമ്മുടെ ഇവിടുത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം സ്മൃതി പെട്ടു. കാശ് വെച്ചൊരു വീട് ആരോപണം ഇല്ലാത്ത
തെരഞ്ഞെടുപ്പിൽ വെക്കുന്നതല്ലേ എവിടെ നിന്നത്തെ പൈസ? ഇലക്ഷൻ കമ്മീഷൻ എവിടെ നിന്നത്തെ വെക്കുന്നതല്ലേ പൈസയാണ്? ഇലക്ഷൻ കമ്മീഷൻ എന്റെ വെക്കുന്നതല്ലേ പൈസ പിണറായി ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ പിന്നെ എവിടുത്തെ ഇത്രയും സ്ഥലത്ത് ഹോർഡിംഗ് മീറ്ററിന് 100 മീറ്ററിന് ഹോർഡിംഗ് അത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, വെക്കുന്നതല്ലേ പണം എങ്ങനെയാണ് അവിടുന്ന് പൈസ എവിടുന്നാ? എവിടെ നിന്നാണ് പണം? ശരി എന്തൊരു കഷ്ടമാണല്ലേ. ഇവർ പറയുന്ന വയനാട് വിഷയം നിങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയെങ്കിലും വീട്, എന്തിനാണ് ഈ ഇലക്ഷൻ സമയത്തും അല്ലെ അതിന് മുൻപൊക്കെ വയനാട് വിഷയം മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്മൃതീഷ, ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം, വീണ്ടും ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശബരിമല വിഷയം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെന്ന് പറഞ്ഞിട്ടൊരു പാട്ടും പാടിക്കൊണ്ട് നിങ്ങൾ പാരടി ഗാനവും പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും ശബരിമല വിഷയം മാത്രം എടുത്തിട്ടുകൊണ്ട് നാളിതുവരെ സംസാരിക്കുന്ന നിങ്ങളുടെ UDF കൊങ്ങി നേതാക്കന്മാരുള്ളപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മളിത് പറയാതെ ഇരിക്കണം? വയനാട് നമുക്ക് പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. വയനാട് ഇവർ കാണിച്ചിരിക്കുന്ന കൊള്ള, ശവം തൂക്കികളെന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു ടീംസാണ് കൊങ്ങികളുടെ ടീംസ്. ഇവർക്ക് അവരുടെ വില അറിയില്ലല്ലോ. അവരുടെ മരണം, അവരുടെ എല്ലാം ഉറ്റവരും ഉടയവരും എല്ലാം പോയി, കിടപ്പാടവും എല്ലാം നശിച്ചു പോയി. അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ ഉദാസീന മനോഭാവത്തിൽ കണ്ടൊരു ടീമിനോട് എങ്ങനെയാണ് മനുഷ്യത്വവും മനസാക്ഷിയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുക? ഇതൊക്കെ സ്മൃതിക്ക് ഈ അന്തി ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കാനേ സാധിക്കുള്ളൂ. സ്മൃതി ആണൊരുത്തൻ്റെ മുൻപിലോ അല്ലെങ്കിൽ അറിവുള്ളൊരുത്തൻ്റെ മുൻപിലോ ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ച് ഞാൻ വലിച്ചു കീറി ഒട്ടിക്കും. ഇനി ഇതിന്റെ ബാക്കി കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. സർക്കാർ ഔദാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാഷ തന്നെയാണ് ഈ വർത്താനാണെന്നേ. ഈ വർത്താനം ഈ ടോണും തന്നെയാണെന്നേ. നിങ്ങൾക്ക് ജനങ്ങളുടെ ഒന്നാമത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് വേറെ വിഭാഗമല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ പറ്റില്ലെന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളെ നന്നായി പുകഴ്ത്തി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. ഇല്ല, പ്രതിപക്ഷ എല്ലാ ഘട്ടത്തിലൊന്നുമില്ല. നിങ്ങൾ ടാർഗറ്റ് ഒരേ അതേപോലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കുമോ? ദിവസങ്ങളായി വയനാടാണ് പ്രതിപക്ഷ നേതാവിനോടും സണ്ണി ജോസഫിനോടും എല്ലാ വാർത്താ സമ്മേളനം ഒരൊറ്റ ചോദ്യം ചോദിക്കുക എന്നുള്ള അജണ്ടയുമായി 1-2 പേര് വരുന്നു. അത് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് മതിയാവില്ല. ഉത്തരം മുട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ കൊടുത്തോ വീട്, താമസിക്കാൻ തുടങ്ങിയോ? താമസിക്കാൻ തുടങ്ങിയ കാര്യമാണ്. നിങ്ങൾ വരൂ കേട്ടോ. ചോദ്യമായിട്ട് തന്നെ ചോദിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഒന്നാമത്തെ ഉത്തരം മുട്ടി. സ്മൃതിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്മൃതിക്ക് കൊടുക്കാൻ കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല. കാരണം അങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് വയനാട് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് UDF വീട് വെച്ച് നൽകിയില്ല എന്ന് അരുൺകുമാർ ചോദിക്കുമ്പോൾ സ്മൃതി പറയണം, നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് ഉത്തരമില്ല, പറയാൻ സൗകര്യമില്ല, സാധിക്കില്ല എന്നാണ് സ്മൃതി പറയുന്നത്. ഈ അസഹിഷ്ണുതയല്ലേ സ്മൃതി നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളും കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, വീടിന്റെ കാര്യം എന്തായി? അപ്പോൾ ഉടനെ അത് ഉണ്ണാൻ സമയമാകുമ്പോൾ അല്ലെ കയറി കിടക്കാറാകുമ്പോൾ ഞങ്ങൾ വിളിക്കാം, അപ്പം നിങ്ങൾ വന്നാൽ മതി, അത് ഉടനെ വീട് പണി ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ പണിഞ്ഞോളാന്നാണ്. പിന്നെ വേറെ ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ല, ശബരിമല വിഷയം പോയി ആദ്യം അന്വേഷിക്കും, നിങ്ങൾ അത് അന്വേഷിക്കാതെ ഞങ്ങളുടെ അടുത്ത് വീടിന്റെ കാര്യം ചോദിച്ചാൽ വരാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും ശബരിമല വിഷയം. ഇനി എന്ത് ഈ പറയുന്ന KPCC പ്രസിഡന്റിന് ചോദിച്ചാലും ആദ്യം പറയാൻ പോകുന്നത് ശബരിമല കൊള്ളയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയില്ല. കാരണം ഉത്തരം മുട്ടിപ്പോവുകയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണത അത് ഇവർ മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെ സ്മൃതിയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനെയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ തന്നെ ആ ഒരു ചാനലിൽ തന്നെ മാത്തുസജി ഇരിപ്പുണ്ട്. മാത്തുസജി ഒന്നും മിണ്ടുന്നില്ല. മാത്തുസജി കൂടി മിണ്ടിക്കഴിഞ്ഞാൽ സ്മൃതി കരഞ്ഞ് പരിപാടി നിർത്തി ഇറങ്ങി പൊക്കളയും.
സ്മൃതി UDFന് വേണ്ടിയിട്ട് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ UDF എന്ന് പറഞ്ഞിട്ട് ചാനൽ അങ്ങ് തുടങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തോന്നിവാസവും തന്തയ്ക്ക് പ്രക്കാര്യം കാണിക്കുന്നവരെല്ലാം ന്യായീകരിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വൃത്തികെട്ട ജേർണലിസം ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല നിങ്ങൾ വെറുതെ പഠിച്ച് ജേർണലിസം പഠിച്ച് നിങ്ങളിങ്ങനെ പോയിരിക്കുന്നതിൽ ഒരു യോഗ്യതയുമില്ല, ഒരു അർത്ഥവും ഇല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഈ പറയുന്ന സ്മൃതി ഇരിക്കുമ്പോൾ, സ്മൃതി ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അരുൺകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ചോദിക്കുന്ന ചോദ്യങ്ങളോട് കടുത്ത അസഹിഷ്ണുതയും കടുത്ത വിരോധവുമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അരുൺകുമാർ പോയിന്റായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. സ്മൃതിക്ക് ഉത്തരം നൽകാനില്ലാതെ അവിടെ കിടന്ന് ഉരുകി മറിഞ്ഞ് മെഴുകുകയാണ്. അല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.